രണ്ട് ലൈൻ തമ്മിലുണ്ടാകുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പോൾ രണ്ട് ലൈൻ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് R is equal to, അല്ലെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ x minus x1 by a ഒരു ലൈൻ, y minus y1 by b, z minus z1 by c. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഫോം പറയുകയാണ്. അപ്പോൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു ലൈൻ, ഇതൊരു ലൈൻ, അടുത്ത വേറൊരു ലൈൻ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എനിക്ക് കാണാം. അപ്പം ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇതിനൊരു പാരലൽ വെക്ടർ വരും. അതേ കണക്ക് ഇതിന്റെ ഇക്വേഷൻ കാണാൻ പറയുമ്പോൾ ഇതിനൊരു പാരലൽ വെക്ടർ വരും. നോക്കിയേ, ഈ ആദ്യത്തെ പാരലൽ വെക്ടർ ഫസ്റ്റ് ലൈനിന്റെ B1 എന്നും അടുത്തതിന്റെ പാരലൽ വെക്ടർ നമ്മൾ B2 എന്നും വിളിച്ചാൽ ഈ ലൈൻ ഇടയ്ക്കുണ്ടാകുന്ന ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഈ പാരലൽ വെക്ടറിന് ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ. മനസ്സിലായോ? അപ്പം നമ്മൾ വെക്ടർ ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ R is equal to a plus lambda b ആണ് ഇക്വേഷൻ. കണ്ടോ? അപ്പോൾ ഇതിന് അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ R is equal to a plus lambda b എന്ന് എഴുതിയ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഇതിന് a1 b1, അടുത്തതിന് a2 b2, ഈ ലാംഡ മാറ്റി മ്യൂ ആകും. ഇതാണ് രണ്ട് ലൈൻസ്. അപ്പോൾ ആദ്യത്തെ പാരലൽ വെക്ടർ നമ്മൾ ഈ ലൈനിന്റെ പാരലൽ വെക്ടർ നമ്മൾ ഇതിനൊരു പാരലൽ വെക്ടർ കാണുമല്ലോ B1 എന്ന് വിളിച്ചു. അടുത്തതിന്റെ പാരലൽ വെക്ടറിനെ നമ്മൾ B2 എന്ന് വിളിച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഈസ് സെയിം ആസ് ആംഗിൾ ബിറ്റ്വീൻ ദ പാരലൽ വെക്ടേഴ്സ്. നമുക്ക് പാരലൽ വെക്ടേഴ്സിനകത്ത് നിന്നാണ് ഡയറക്ഷൻ റേഷ്യോസ് എടുക്കാൻ പറ്റുന്നത്. കണ്ടോ? അപ്പോൾ B1 ഉം B2 യഥാർത്ഥത്തിൽ ഈ ഫോമില യൂസ് ചെയ്താലും മതി. കോസ് തീറ്റ B1 നും B2 നും ഇടയ്ക്കുണ്ടാകുന്നതാണ്. B1 ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ B1 ഡോട്ട് B2 ബൈ മോഡ് B1 മോഡ് B2. പക്ഷേ ഇതല്ല നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഒരേ ഫോമില നമ്മൾ പഠിക്കും. അപ്പോൾ വെക്ടർ കാർട്ടീഷ്യൻ ഇക്വേഷനാണ് നമുക്ക് എങ്ങനെ തരും? x minus x1 ബൈ ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നതാണ് ഡയറക്ഷൻ റേഷ്യോ, ഒന്നാമത്തെ ലൈൻ. അടുത്ത രണ്ടാമത്തെ ലൈൻ എടുക്കുമ്പോൾ വേറെ പോയിന്റ് ആണെങ്കിൽ ഇപ്പോൾ x1 ഞാൻ എഴുതുന്നതിൽ വേറെ പോയിന്റ് ആയിരിക്കും. ഡയറക്ഷൻ റേഷ്യോ എടുക്കുമ്പോൾ y minus y1 ബൈ സെക്കൻഡ് ഡയറക്ഷൻ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ നമ്മൾ B2 എന്ന് വിളിച്ച് എ ബി സിയിലെ ഡയറക്ഷൻ റേഷ്യോയുടെ ലെറ്റർ. അപ്പോൾ ഒന്നാമത്തെ രണ്ട് ലൈൻ തരും. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ഫസ്റ്റിന്റെ ഡയറക്ഷൻ റേഷ്യോ a1 b1 c1, അടുത്തതിന്റെ a2 b2 c2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമുല. cos θ is equal to a1 a2 plus b1 b2 plus c1 c2. വെക്ടേഴ്സിലുള്ള അതേ ഫോർമുല തന്നെ. by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ മതി. ഇവിടെ ആണെങ്കിൽ വെക്ടർ ഫോമിൽ തരുവാണെങ്കിൽ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ a1 b1 c1 ഫസ്റ്റ് ലൈനിൽ, അടുത്ത ലൈനിന്റെ ഈ b2 എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ a2 b2 c2 എന്ന് എടുത്തിട്ട് ഈ ഫോമുല ഉപയോഗിച്ചാലും മതി, ഇത് ഉപയോഗിച്ചാലും മതി. ഇവിടെ സെയിം ഫോമുലയാണ് നമ്മൾ ലൈനും പ്ലെയിനും എല്ലാം പഠിക്കുന്നത്. അപ്പോൾ cos θ is equal to ഇതാണ് ഫോമുല. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് a1 b1 c1 എന്ന് വെച്ചാൽ ആദ്യത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ, a2 b2 c2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ലൈൻസ് പാരലലിന്റെ കണ്ടീഷൻ എന്തുവാ? a1 by a2 is equal to b1 by b2 is equal to c1 by c2. പെർപെൻഡിക്കുലറിന്റെ കണ്ടീഷൻ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ a1 a2 plus b1 b2 plus c1 c2 is equal to 0. ഇപ്പോൾ രണ്ട് ലൈൻസ് പാരലലും രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ഉള്ള കണ്ടീഷനാണ്. ഇനി നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കാണാം. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. R is equal to vector R is equal to 3i plus j minus k plus lambda into I minus j minus 2k and our അടുത്ത ലൈൻ സെക്കൻഡ് ലൈൻ 2i minus j minus 56k plus lambda mu വേറെ ഏതെങ്കിലും അക്ഷരമായിരിക്കും തരുന്ന mu into 3i minus 5j minus 4k. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതാണ് പാരലൽ വെക്ടർ, ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ പാരലൽ വെക്ടർ പാരലൽ ടു ദ ഫസ്റ്റ് ലൈൻ, ഡയറക്ഷൻ റേഷ്യോ ഇതിന്റെ ഏതാ? ഈ വെക്ടറിന്റെയാണ് 1 - 1 - 2 1 - 1 - 2. ഈ അടുത്ത ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് സെക്കൻഡ് ലൈൻ. അപ്പോൾ ഏതാ? ഈ മ്യൂവിന്റെ കൂടിയിരിക്കുന്നതാണ്, അല്ലാതെ ഇതിന്റെ അല്ല. മ്യൂവിന്റെ കൂടി 3 - 5 - 4 3 - 5 - 4. ഇനി നമ്മൾ എന്തോ ചെയ്യും? ഡയറക്ഷൻ റേഷ്യോ ലെറ്റർ എ ബി സി ആണ്. അപ്പോൾ ആദ്യത്തെ a1 b1 c1, അടുത്തതിനെ നമ്മൾ എന്തോ വിളിക്കും? a2 b2 c2. അന്നൊരു ഫോമുല ഉപയോഗിക്കും. cos θ is equal to a1 a2 plus b1 b2 plus c1 c2 by root of ഫസ്റ്റിന്റെ
a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. That is a1 a2 നമുക്കറിയാം 1 into 3 1 into 3 plus minus 1 into minus 5 plus minus 2 into minus 4. അപ്പോൾ വിലയുണ്ട് ഇവിടെ കണ്ടോ. റൂട്ട് ഓഫ് ഫസ്റ്റിൻ്റെ മോഡുലസ് 1 ഇതിൻ്റെ എല്ലാ സ്ക്വയർ 1 സ്ക്വയർ 1 ആണ്, മൈനസ് 1 സ്ക്വയർ 1 ആണ്, പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. റൂട്ട് ഓഫ് അടുത്തതിൻ്റെ മോഡുലസ് 3യുടെ സ്ക്വയർ പ്ലസ് മൈനസ് 5ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 5 4 9 പ്ലസ് 25 പ്ലസ് 16 ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് 3 പ്ലസ് 5 പ്ലസ് 8 ബൈ റൂട്ട് ഓഫ് 6 ഇൻറ്റു റൂട്ട് ഓഫ് എത്ര വരും ഇവിടെ 50 റൂട്ട് 50. അപ്പം ഇതാണ് ആൻസർ. അതായത് 16 ബൈ റൂട്ട് ഓഫ് രണ്ട് ഒരു റൂട്ടിനകത്ത് വേണമെങ്കിൽ എഴുതാം 6 ഇൻറ്റു 15 എഴുതാം. ദറ്റ് ഈസ് കോസ് തീറ്റ. തീറ്റ എടുത്ത് എഴുതാം കോസ് ഇൻവേഴ്സ് ഓഫ് 16 ബൈ റൂട്ട് ഓഫ് 60 ഇൻറ്റു 50. അപ്പോൾ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ഇത് വെക്ടറിൽ തന്ന ഇനി പിന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്ന ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. കാർട്ടീഷ്യൻ ഫോമിൽ തന്ന അതായത് അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഫൈൻഡ് ആംഗിൾ വിത്ത് x minus 2/2 y minus first line is equal to z plus 3 by minus 3 and another line is x plus 2 by minus 1 is equal to y minus 4 by 8 is equal to z minus 5 by 4. അപ്പോൾ ആദ്യത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ എടുക്കാം. അതായത് പാരലൽ വെക്ടറിന്റെ 2 5 ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നത് x minus x1 by a ഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം x ആദ്യം ഇരിക്കുന്നത് 2 5 minus 3 അതായത് ഈ ഫോമിൽ ഇരുന്നാലേ ഉള്ളൂ x minus x1 by a y minus y1 by b z minus z1 by c. അപ്പം നമ്മൾ നോട്ട് ചെയ്യുന്നത് ഇപ്പം എനിക്ക് ഒരെണ്ണം ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കുക x minus അല്ലെ 2x minus 3 by 4 എന്നിരിക്കുക അല്ലെ ഇങ്ങനെ y by 2 z minus 6. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ എടുക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ ഇതിപ്പോൾ ഡയറക്ഷൻ റേഷ്യോ എളുപ്പമാണ്. കാര്യം ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന 2 5 minus 3 ആണ് ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ അതിനെ a1 b1 c1 എന്ന് എടുക്കാം. അടുത്തത് -1 8 4 ആണ്. -1 8 4. അപ്പോൾ അതിനെ a2 b2 c2 എന്ന് എടുക്കാം. അപ്പം കോസ് തീറ്റയുടെ ഫോമിൽ എഴുതുക a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ബൈ റൂട്ട് ഓഫ് ഇതിന്റെ മോഡുലസ് അല്ലേ a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ ഫോമുലയിൽ ഇട്ട് കൊടുത്താൽ മാത്രം. അപ്പോൾ ഇതാണ് a1 b1 c1 അടുത്ത a2 b2 c2 എന്നിട്ട് കോസ് തീറ്റയുടെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തീറ്റ കണ്ടുപിടിക്കുക. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുക. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 2 ഇൻറ്റു -1 പ്ലസ് 5 ഇൻറ്റു 8 പ്ലസ് -3 ഇൻറ്റു 4 ബൈ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയേഴ്സ് 4 plus 25 plus 9 4 plus 25 plus 9 into root of 1 plus 64 8 square 64 plus 4 square 60. അങ്ങനെ cos theta is equal to ആൻസർ ഇങ്ങനെ വരും 26 by 9 into root 30. അപ്പോൾ തീറ്റ കോസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. തീറ്റ is equal to കോസ് ഇൻവേഴ്സ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയുന്നത് എപ്പോഴും ഇങ്ങനെ താഴെ ഇരിക്കുന്നതിനടുത്ത് ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ 2 5 minus 3 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ ഇതിനകത്ത് ആ ഫോമിൽ അങ്ങ് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെന്ന് ഇരിക്കട്ടെ y plus 4 by is equal to z by 3 ഇങ്ങനെ ഇരിക്കുക. അപ്പം നമുക്ക് ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് x minus x1 by a എന്നാക്കണം, y minus y1 by b z minus z1 by c ഈ ഫോമിലാക്കിയാൽ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എക്സ് ആയിരിക്കണം ഇവിടെ 2 കോമൺ എടുക്കാൻ നമുക്കറിയാം. 2 കോമൺ എടുക്കുന്നത് എങ്ങനെയാ 2x minus 3 ആണ്. ആ 2 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ ബൈ 4. ഓക്കെ ഇസ് ഈക്വൽ ടു y minus y ഇവിടെ y പ്ലസ് എന്നായിരിക്കും. അപ്പം y minus -4 എന്ന് എഴുതാം. y മൈനസ് അപ്പോൾ y plus 4 തന്നെ y plus 4 അല്ലേ. y കഴിഞ്ഞ് മൈനസ് ഇട്ടിരിക്കണം. y minus -4 ഒന്നും ഇല്ലെങ്കിൽ ഒരു നമ്പറിന്റെ അടി ഇപ്പോൾ 3 ആണ്. അതിന് 3/1 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. ഇസ് ഈക്വൽ ടു z minus z1 ഈ ഫോമിലേക്ക് നോക്കണം. z minus z minus 0 by 3. ഇപ്പോൾ 3 എനിക്ക് 3 minus 0 എന്ന് എഴുതി കൂടെ. അല്ല 3 minus 1 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ z minus 0. അപ്പോൾ ഈ ഫോമിലേക്ക് കറക്റ്റ് കൊണ്ടുവന്നാൽ അതിന്റെ കാർട്ടീഷ്യൻ ഫോം കറക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ നോക്കിയേ 2 into x minus എത്ര ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 2 വെച്ച് x minus 3/2 is equal by 4
is equal to y minus minus 4 by 1 is equal to z minus 0 by 3. അപ്പോൾ ഇനി എക്സിന്റെ കൂടെ 2 ഇരിക്കുന്നത് ആ 2 പാടില്ല. അപ്പം നമുക്കിപ്പം എനിക്കിപ്പം 10 by 5 എന്ന് ഇരിക്കുന്നത്, അത് 2 ആൻസർ എന്നില്ല. ഇതിനെ വേണമെങ്കിൽ ഇതാ ഈ 10നെ ഇങ്ങോട്ട് തൊട്ട് താഴെ പറയുന്നത്, ഇതിനും താഴോട്ട് വന്നാൽ സെയിം 2 തന്നെ. ഇവിടെ 2 അല്ലേ, ഇതിന്റെ ആൻസറും 2 ആണ്. 1 by 1 by 2 ദാറ്റ് ഈസ് ഓൾസോ 2. അപ്പൊ ഈ മേളിൽ ഇരിക്കുന്ന നമ്പറിനെ തൊട്ട് താഴോട്ട് ഇറക്കാൻ പറ്റില്ല, അതിനും താഴോട്ട് ഇറക്കാം. അപ്പം വേണമെങ്കിൽ ഇതിനെ എന്തോ ചെയ്യാം, ഇതിന്റെ കറക്റ്റ് ഫോം ആക്കാൻ എക്സ് മൈനസ് 3 by 2 by 4 by 2 എന്നാക്കണം. ഈ 2നെ താഴോട്ട് ആക്കണം, അല്ലെ 2 ഇത് ഡിനോമിനേറ്ററിലോട്ട് ഈ 2 ആക്കാൻ പറ്റില്ല, ആ 4ന് താഴെ കണ്ട y മൈനസ് മൈനസ് 4 by 1 z മൈനസ്. അപ്പൊ ഈ കേസിൽ ഡയറക്ഷൻ റേഷ്യോ നോക്കിയതാ 4 by 2 ആയത് 2 ആയിരുന്നു. ഇതാണ് ഡയറക്ഷൻ 4 by 2 1 3 എന്നുള്ളതാണ് ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോ. അപ്പൊ ഡയറക്ഷൻ റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ.